അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. പ്രിയമുള്ളവരെ, ഏവർക്കും നേർവഴി ആത്മീയ പഠന മജ്ലിസിലേക്ക് സ്വാഗതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യർ തമ്മിലുള്ള കടപ്പാടുകളിൽ പ്രധാനപ്പെട്ട 6 കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു നാം ദിവസങ്ങളായി ഇതേവരെ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിൽ അവസാനത്തെ കാര്യമാണ് ഇദാ മാത ഫത്തബിഊഹു. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ജനാസയെ അനുഗമിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളെ മറമാടുന്നത് വരെയുള്ള എല്ലാവിധ കാര്യങ്ങളിലും നാം സഹകരിക്കുകയും അനുഗമിക്കുകയും അതിൽ ഭാഗഭാക്കാവുകയും ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അതൊരു സാമൂഹിക കടമയാണ്, ബാധ്യതയാണ്, പരസ്പരം നാം ചെയ്യേണ്ട കടപ്പാടുകളാണ്. ഇവിടെ മരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എന്താണ് മരണം? മരണം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുക എന്ന ആ പ്രതിഭാസമാണല്ലോ മരണം എന്ന് പറയുന്നത്. എന്താണ് ഈ ആത്മാവ്? റൂഹ് എന്ന് അറബിയിൽ പറയുന്ന ആ ആത്മാവ്. ഈ ആത്മാവിനെ സംബന്ധിച്ച് വ്യക്തമായൊരു നിർവചനം പറയാൻ ആർക്കും ഇതേവരെ സാധിച്ചിട്ടില്ല. ഒരു ശാസ്ത്ര സങ്കല്പങ്ങളിലും വ്യക്തമായൊരു നിർവചനം ഇതിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല. പലരും പലതുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സമ്പൂർണമായൊരു ഡെഫിനിഷൻ ഇതുവരെ ആർക്കും നൽകാൻ ആയിട്ടില്ല. ഇനി ആകുകയുമില്ല. കാരണം ആത്മാവ് നമുക്ക് നൽകുന്ന സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, യസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. നബിയെ, റൂഹിനെ സംബന്ധിച്ച്, ആത്മാവിനെ സംബന്ധിച്ച് അങ്ങയോട് അവർ ചോദിക്കും. നിങ്ങളുടെ ഒറ്റ വാക്കിൽ മറുപടി പറയുക, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. ആത്മാവ് അത് അല്ലാഹുവിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്. അതിൻ്റെ വ്യക്തമായ നിർവചനം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ, നിർവചിക്കാൻ കഴിയുകയുള്ളൂ. ഏതായിരുന്നാലും പൊതുവിൽ നമ്മൾ ജീവൻ എന്ന് പറയാറുണ്ട്. അതെ, അൽ ഹയാത്തുല്ലത്തി ബിഹാ ഖിവാമുൽ കായിനാത്തി എന്ന് പറയും. സൃഷ്ടികളുടെ നിലനിൽപ്പിനാവശ്യമായ ജീവ് എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ റൂഹിനെ സംബന്ധിച്ച്, ആത്മാവിനെ സംബന്ധിച്ച് പറയുന്നു. ഈ ആത്മാവ് വേർപെടുമ്പോഴാണ് മരണം സംഭവിക്കുന്നത്. എന്നാൽ ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ അതിന് നിലനിൽപ്പുണ്ടോ എന്ന വിഷയത്തിൽ പല വിശ്വാസധാരകളും ഉണ്ട്. നാം സത്യവിശ്വാസികൾ പറയുന്നത്, വിശ്വാസികളായ ആസ്തികരായ ആളുകളൊക്കെ പറയുന്നത്, ദൈവവിശ്വാസികളുടെ വീക്ഷണം ആത്മാവ് നശിക്കുക എന്ന ഒന്ന് ഇല്ല, അത് അനശ്വരമാണ്. പക്ഷേ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നതിൽ പലരും പലവിധ വിശ്വാസങ്ങളും വെച്ച് പുലർത്തുന്നുണ്ട്. വിശ്വാസികളായ ആളുകൾ, ആസ്തികരായ ആളുകൾ പറയുന്നു, ചില വിശ്വാസധാരയിൽ കാണാം, ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ ഹൈന്ദവ വിശ്വാസപ്രകാരം അവൻ്റെ കർമ്മഫലങ്ങൾ അനുസരിച്ച് അത് മറ്റൊരാളിൽ പുനർജനിക്കും എന്ന വിശ്വാസമുണ്ട്. ക്രിസ്തീയ വിശ്വാസികളും മറ്റുമൊക്കെ പറയുന്നു, അത് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടും.
എന്നാൽ പരിശുദ്ധ ഇസ്ലാം പറയുന്നത് ആത്മാവ് അനശ്വരമാണ്, അതിന് നാശമില്ല, അത് നശിക്കുകയില്ല. നമ്മുടെ ശരീരം ആ ആത്മാവ് കുടികൊള്ളുന്ന ഒരു ചട്ടക്കൂട് എന്ന് മാത്രമാണ്. ശരീരം നശിച്ചാലും ആത്മാവ് നിലനിൽക്കും. സജ്ജനങ്ങളുടെ ആത്മാവാണെങ്കിൽ ഇല്ലീൻ എന്ന് പറയുന്ന ആ മഹത്തായ ഇടത്തിലേക്ക് അത് ഉയർത്തപ്പെടും, അവിടെ അത് സൂക്ഷിക്കപ്പെടും. ദുർജനങ്ങളുടെ ആത്മാവ് സിജ്ജീനിലുമായിരിക്കുമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസധാര. എന്നാൽ നാസ്തികരായ ആളുകൾ പറയുന്നത് ആത്മാവ്, അത് ശരീരം നശിക്കുന്നതോടുകൂടെ ആത്മാവും നശിച്ചു, പിന്നെ ആത്മാവിന് നിലനിൽപ്പില്ല, അങ്ങനെ ഒന്നും ഇല്ല എന്ന വിശ്വാസമാണ് നാസ്തികരായ നിരീശ്വരവാദികളായ ആളുകളുടെ വീക്ഷണം. ഏതായിരുന്നാലും ശരീരത്തിൽ നിന്ന് ആത്മാവ് വേറുപെട്ടുകൊണ്ടുള്ള മരണമെന്ന പ്രതിഭാസത്തെ ആരും ഇതേവരെ നിഷേധിച്ചിട്ടില്ല, നിഷേധിക്കാൻ കഴിയുകയുമില്ല. മരണം ഏതായാലും സംഭവിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വൈദാമാത്ത ഫത്തബിയൂഹു, ഒരാൾ മരിച്ചാൽ അയാളെ മറമാടുന്നത് വരെയുള്ള കാര്യങ്ങളിൽ ഭാഗഭാക്കാവണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. ഈ വിഷയമാണ് നമുക്ക് ചർച്ചക്കെടുക്കാനുള്ളത്. അപ്പോൾ ഒരാൾക്ക് മരണം ആസന്നമായി കഴിഞ്ഞാൽ, മരണത്തിൻ്റെ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ചെയ്യാനുള്ളത് ആ വ്യക്തിയെ നല്ല നിലക്ക് ഈ ഐഹിക ലോകത്ത് നിന്ന് യാത്രയപ്പ് നൽകുക, അതിനുള്ള നല്ല സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ്. അപ്പോൾ ഒരാൾക്ക് മരണം ആസന്നമായി കഴിഞ്ഞാൽ ആദ്യമായി നമ്മൾ ഇസ്ലാമിക വിശ്വാസപ്രകാരം അവനെ ഖിബിലയുടെ ദിശയിലേക്ക് കടത്തണം, ചെരിച്ചു കടത്തണം. വലതുഭാഗം സൗകര്യപ്പെടുമെങ്കിൽ വലതുഭാഗത്തിന്മേൽ ചെരിച്ചു കടത്തണം. വടക്കു ഭാഗത്തേക്ക്, നമ്മുടെയൊക്കെ പ്രദേശത്ത് ഖിബിലയുടെ ദിശ പടിഞ്ഞാറ്, ഏകദേശം പടിഞ്ഞാറ് ഭാഗമാണല്ലോ. അപ്പോൾ വടക്ക് ഭാഗത്തേക്ക് തലയും തെക്കു ഭാഗത്ത് കാലുമായി വരുന്ന രൂപത്തിൽ ചെരിച്ച് കടത്തുക. ഇതാണ് ചെയ്യേണ്ടത് ആദ്യമായിട്ട്. ആ സ്ഥലം, മരണമാസന്നമായ ആൾ കിടക്കുന്ന സ്ഥലത്തെ നമ്മൾ വളരെ വൃത്തിയായി നല്ല ശുചിത്വത്തോടുകൂടെ അതിനെ സജ്ജീകരിക്കുകയും ജീവികളുടെയും മറ്റുമൊക്കെ ഫോട്ടോകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു മാറ്റുകയും അശുദ്ധരായ ആർത്തവകാരികളായ സ്ത്രീകളെ പോലെയുള്ളവരൊക്കെ ഒരല്പം വിട്ടുനിന്ന് അവന് നല്ലൊരു വിടവാങ്ങൽ ഒരുക്കുക എന്നതാണ് നമ്മുടെ കടമ. അപ്പോൾ നാം ചെയ്യേണ്ടത് ഇങ്ങനെ അവനെ ഖിബിലയുടെ ദിശയിലേക്ക് ചരിച്ച് വലതുഭാഗത്തിന്മേൽ ചരിച്ച് കടത്തി കഴിഞ്ഞതിന് ശേഷം അവൻ്റെ സന്നിധാനത്തിൽ വെച്ചുകൊണ്ട്, മരണമാസന്നമായ ആളുടെ സന്നിധാനത്തിൽ വെച്ചുകൊണ്ട് യാസീൻ സൂറത്ത് ഓതുക, സൂറത്തുർ റഅദ് ഓതുക, ഇഖ്ലാസ് സൂറത്ത് ഓതുക. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ മരണമാസന്നമായ ആളുടെ അടുത്ത് യാസീൻ ഓതിയാൽ, ഇഖ്റഉ മൗതാക്കും യാസീൻ, നിങ്ങൾ യാസീൻ, മരണമാസന്നമായ ആളുകളുടെ അടുക്കൽ യാസീൻ ഓതണം. അത് അങ്ങനെ യാസീൻ ഓതിക്കഴിഞ്ഞാൽ ഹവ്വനല്ലാഹു അലൈഹിൽ മൗത്ത, മരണത്തിൻ്റെ ആ പ്രയാസം അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് നാം പറഞ്ഞു കൊടുക്കണം, ചെവിയിൽ കേൾപ്പിച്ചു കൊടുക്കണം. നിർബന്ധിക്കരുത്, പറയൂ എന്ന് പറഞ്ഞിട്ട് ചൊല്ലിക്കൊടുക്കാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെവിയിൽ കേൾപ്പിക്കുക. അങ്ങനെ ആ കലിമത്ത് അവൻ ഉച്ചരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് ആവർത്തിക്കേണ്ടതില്ല. മറ്റൊരു വാക്ക് അവൻ്റെ നാവിൽ വന്നിട്ടില്ലെങ്കിൽ പിന്നീട് അത് നമ്മൾ ആവർത്തിക്കേണ്ടതില്ല. കാരണം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ഒരാളുടെ അവസാനത്തെ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന്. പ്രിയമുള്ളവരെ, ആയതുകൊണ്ട്
നാം ഈ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊടുക്കുന്ന വിഷയം, അതുപോലെ ചുണ്ടിലൊരൽപ്പം വെള്ളം ഇങ്ങനെ ഇറ്റിച്ച് തടവി കൊടുക്കല്, അത് നല്ലതാണ്. അങ്ങനെ അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് നാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്ത് റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ മാലാഖമാർ അവിടെ എത്തി അവരുടെ സാന്നിധ്യത്തിൽ അവന്റെ ആത്മാവ് പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. ആ സാഹചര്യം നാം ഉണ്ടാക്കുകയും ആ സാഹചര്യത്തിലേക്ക് നാം എത്താൻ നമ്മുടെ ഐഹിക ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ നാം ക്രമീകരിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹു ആണെന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചൊരു മനുഷ്യൻ, വസ്തഖാമു, ശരിയായ ഋജുവായ പാതയിലൂടെ സഞ്ചരിക്കുകയും നല്ല നിലക്ക് ഇസ്ലാമിക തത്വങ്ങളും മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്തവര്, അവർ ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ തത്തനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവിടെ ഇറങ്ങി വരും. എന്നിട്ട് അവർ അവനെ സമാധാനിപ്പിക്കും. അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ. നീ ഭയപ്പെടേണ്ടതില്ല, വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നീ ഭയപ്പെടേണ്ടതില്ല, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് നീ ആശങ്കപ്പെടേണ്ടതുമില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് സന്തോഷിച്ചോളൂ എന്ന് മലക്കുകൾ പറയും. അത് നമ്മുടെ ഈ ജീവിതം നാം എന്ത് ചെയ്യണം? ആ രൂപത്തിലാക്കണം. എങ്കിലേ നമുക്ക് ആ നല്ല ഒരു മരണം, ഹുസ്നുൽ ഖാത്തിമ, നമ്മുടെ ആഖിബത്ത് നന്നാവുക എന്ന വലിയ സൗഭാഗ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ സമയം, മരണസമയം എന്ന് പറയുന്നത്, ഈമാൻ നഷ്ടപ്പെടാനുള്ള എല്ലാവിധ കുതന്ത്രങ്ങളുമായി പിശാച്, ഇബ്ലീസ് നമ്മുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സമയമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിന്റെ ഷർറിൽ നിന്ന് നമ്മെ കാക്കട്ടെ. 5 വക്ത നിസ്കാരങ്ങളിലും ഫാത്തിഹയിൽ നാം ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്ത്. മരണസമയത്തുള്ള ഫിത്നയെ തൊട്ടും ജീവിതകാലത്തുള്ള ഫിത്നയെ തൊട്ടും ഖബർ ശിക്ഷയെ തൊട്ടും നിന്നോട് കാവലിനെ ചോദിക്കുന്നു. മരണസമയത്തുള്ള ഫിത്ന എന്ന് പറഞ്ഞാൽ പിശാച് അവന്റെ ദുർബോധനവുമായിട്ട് നമ്മുടെ അടുത്ത് വരുമെന്നാണ്. ഇമാം ഖുർത്തുബി തന്റെ തദ്കിറയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മരണം ഒരാൾക്ക് ആസന്നമായി കഴിഞ്ഞാൽ 2 പിശാചുക്കൾ അവിടെ പ്രത്യക്ഷപ്പെടും. ഒരാൾ വലതുഭാഗത്തിരിക്കും, ഒരാൾ ഇടതുഭാഗത്തിരിക്കും. വലതുഭാഗത്തിരിക്കുന്ന ആള് സ്വന്തം പിതാവിന്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുക. എന്നിട്ട് അവനോട് പറയും, കുന്തു അലൈക ഷഫീഖാ വമുഹിബ്ബൻ വലക മുഹിബ്ബാ. മോനെ, ഞാൻ നിന്നെ നല്ല വാത്സല്യത്തിൽ വളർത്തിയതാണ്, നല്ല സ്നേഹത്തോടെ നിന്നെ ഞാൻ വളർത്തിയതാണ്. ആയതുകൊണ്ട് മുസ് അല ദീനിൻ നസാറ, നീ നസാറ മതത്തിലായിക്കൊണ്ട് മരിച്ചോ, ഫഇന്നഹു ഖൈറുൽ അദിയാൻ എന്ന് പറയും. അതാണ് ഏറ്റവും നല്ല മതം. തൗഹീദിൽ നിന്ന് അവനെ തെറ്റിക്കാൻ വേണ്ടി ശ്രമം നടത്തും. ഉമ്മാന്റെ രൂപത്തിൽ ഇടതുഭാഗത്തിരിക്കുന്ന പിശാച് അവനോട് ദുർബോധനം നടത്തും. ഗുണകാംക്ഷിയായിട്ട് അവന്റെ മുന്നിൽ അവതരിപ്പിക്കും. എന്നിട്ട് പറയും, എന്താണ് പറയാ, കാന ബത്തിനീ ലകവ്യാ. മോനെ, എന്റെ വയറ് നിന്നെ ചുമക്കാനുള്ളൊരു പാത്രമായിരുന്നു. അതായത് നിന്നെ ഞാൻ 10 മാസം വയറ്റിൽ ചുമന്ന് നടന്ന ഒരു വ്യക്തിയാണ്.
അതുപോലെ തന്നെ വസതീലക സിഖാ, എന്റെ സ്ഥലങ്ങൾ നിനക്കുള്ള പാനപാത്രമായിരുന്നു. വഫഖദീലക വിത്താആ, എന്റെ കാൽത്തൊടകൾ നിനക്ക് മെത്തയായിരുന്നു. അങ്ങനെ ഓമനിച്ച് താലോലിച്ച് വളർത്തിയ ആളാണ് ഞാൻ നിന്റെ ഗുണകാംക്ഷിയാണ് മോനെ. ഞാൻ പറയുന്നത് ഈ സമയത്ത് കേൾക്കണം. മുത്ത് അലാ ദീനിൽ യഹൂദ് ഫഇന്നഹു ഖൈറുൽ അദിയാൻ, നീ ജൂതമതത്തിലായിട്ട് മരണപ്പെടണം, അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ് പിശാച്ച് ദുർബോധനം നടത്തും. ഗുണകാംക്ഷികളായിട്ട് വാപ്പയുടെയും ഉമ്മയുടെയും റോളിൽ പിശാച്ച് അവിടെ പ്രത്യക്ഷപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്, ഫിത്ന വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്ത്, മരണസമയത്തുള്ള ഫിത്നയെ തൊട്ട് അള്ളാഹുവെ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് അത്തഹിയ്യാത്തിൽ എല്ലാ നിസ്കാരങ്ങളിലും നാം ദുആ ചെയ്യുന്നത് അതിനു വേണ്ടിയാണ്. അത് വലിയൊരു വിഷയമാണ്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാം വളരെയധികം ശ്രദ്ധിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് വിടവാങ്ങേണ്ടവരാണ് നമ്മൾ. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്ത് ഒരുക്കി വെച്ചു എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ആ രൂപത്തിലായിരിക്കണം നമ്മുടെ ജീവിതം നാം ക്രമീകരിക്കേണ്ടത്. ഏറ്റവും അതിന് ഉതകുന്ന ഒരു രൂപം, നല്ല സജ്ജനങ്ങളായ വലിയ മഹത്തുക്കളുടെ കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണമെങ്കിൽ അതിനൊരു പരിഹാരമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, ഹൽ യുഹ്ശറു അഹദുൻ മഅ ശുഹദാ, ആരെങ്കിലും ശുഹദാക്കളോടുകൂടെ ഒരുമിച്ച് കൂട്ടപ്പെടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ അതെ ആയിഷ, ശുഹദാക്കളോടുകൂടെ ഒരുമിച്ച് കൂട്ടപ്പെടാൻ ഭാഗ്യം കിട്ടുന്ന ആളുകളുണ്ട്. അതാരാണ്? മൻ യദ്കുറുൽ മൗത ഫിൽ യൗമി വൽ ലൈലതി 20 മറ, ദിവസേന 20 പ്രാവശ്യമെങ്കിലും മരണത്തെ ഓർക്കുന്നവർക്ക് ശുഹദാക്കളോടുകൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയുമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാൻ കഴിയും. അക്സിറു മിൻ ദിക്രി ഹാദിമിൽ ലദാത്ത്, എല്ലാ രസങ്ങളെയും എല്ലാ സുഖ അനുഭൂതികളെയും മുറിച്ചു കളയുന്ന മരണ ചിന്തയെ നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, പരിശുദ്ധ ഖുർആൻ പറയുന്നു, എല്ലാ ശരീരവും മരണമാവുന്ന പ്രതിഭാസത്തെ രുചിക്കും. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. മരണത്തെ ആരും നിഷേധിച്ചിട്ടുമില്ല. സ്രഷ്ടാവിനെ വരെ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും മരണത്തെ ആരും ഇതുവരെ നിഷേധിച്ചിട്ടില്ല. മരണത്തിനൊരു പ്രതിവിധിയും ഒരു ചികിത്സയും ഒരു മരുന്നും ശാസ്ത്രം ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല. ഒരാൾക്ക് അള്ളാഹു നിശ്ചയിച്ച അവധി എത്തിക്കഴിഞ്ഞാൽ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അജലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും ഇവിടെ നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബാക്കി വെക്കുകയില്ല, നമ്മുടെ ജീവൻ നീട്ടിത്തരുകയില്ല. ഇതാണ് പരമാർത്ഥം. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ ഇവിടുന്ന് വിട പറയേണ്ടവരാണ്. ഈ ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അങ്ങനെ മരണചിന്ത ഈ ലോകത്ത് നിന്ന് വിടവാങ്ങേണ്ടവരാണെന്നും മറ്റൊരു അനന്തമായ അനശ്വരമായ ഒരു ലോകം നമുക്കുണ്ടെന്നും നാം എപ്പോഴും നമ്മുടെ മനസ്സിൽ കൊണ്ട് നടന്നാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ശുദ്ധീകരിക്കാനും നല്ല രൂപത്തിൽ ക്രമീകരിക്കാനും നമുക്ക് കഴിയും. ആ ചിന്തയില്ലാത്തവരാണ് ഹുബ്ബുദ്ദുനിയാവ് കറാഹിയത്തുൽ മൗത്ത്. അധപ്പതിക്കാനുള്ള കാരണം ഒന്ന് ദുനിയാവിനോടുള്ള ഐഹിക ലോക ജീവിതത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവും മരണത്തോടുള്ള വെറുപ്പുമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാം എപ്പോഴും മരണചിന്ത പാലിക്കണം, ജീവിതത്തിൽ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നമുക്കൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഇത് എക്കാലത്തും എനിക്ക് കിട്ടും, എൻ്റെ ജീവിതം എക്കാലത്തും ഉണ്ടാകുമെന്നുള്ള ധാരണയിലാണ് പലരും ഒത്തഴിഞ്ഞുകൊണ്ട് എല്ലാവിധ ദുർമാർഗങ്ങളിലുമായിട്ട് അവരുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്നത്. ഈ ഒരു ചിന്ത മനസ്സിൽ വരാത്തത് കൊണ്ടാണ്.
നമ്മൾ എപ്പോഴാണ് ഏത് സമയത്താണ് ഈ ലോകത്തോട് വിട പറയുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്കറിയാലോ, ഓരോ ആളുകളുടെയും അവസാനം പെട്ടെന്ന് ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് വെച്ച് ഉദ്ദേശിക്കാത്ത സമയത്ത് വെച്ച് ആത്മാവ് പിടിക്കപ്പെടും. അതിൽ ചെറിയവരോ വലിയവരോ വ്യത്യാസമില്ല. ആ ഭാഗം വളരെയധികം നമ്മുടെ അനുഭവത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട്. ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഒമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ ഒമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. അടുത്ത നിമിഷം എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക, ഞാനിവിടെ ബാക്കിയുണ്ടാകുമോ, എവിടെ വെച്ച് ഞാൻ മരിക്കും എന്നൊരു മനുഷ്യനും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുകയില്ല. ഐനമാക്കാനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജി മുശയ്യദ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. നിങ്ങൾ സുരക്ഷിതമായൊരു കോട്ടയിലാണെങ്കിൽ തന്നെയും അസ്രായീൽ എന്ന് പറയുന്ന മലക്ക് അവിടെ എത്തുകയും നിങ്ങൾക്ക് നിശ്ചയിച്ച സമയത്ത് നിങ്ങളുടെ ആത്മാവിനെ പിടിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാം എല്ലാവരും തൗബ പശ്ചാത്തപിച്ചുകൊണ്ട് നമ്മളെ കർമ്മങ്ങൾ നന്നാക്കി നല്ല നിലയിൽ ജീവിച്ചുകൊണ്ട് അന്ത്യയാത്രക്ക് വേണ്ടി തയ്യാറാവണം. അങ്ങനെ തയ്യാറായിട്ട് ജീവിച്ചാൽ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുള്ള ആ സമയത്ത് വന്നുകൊണ്ട് നമ്മോട് പറയും, നമുക്ക് സുവിശേഷം അറിയിക്കും, വലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ആശങ്കപ്പെടേണ്ടതില്ല, അബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ, സ്വർഗം കൊണ്ട് സന്തോഷിച്ചു കൊള്ളുക. അങ്ങനെയുള്ള ആ സുവിശേഷവാക്യം കേട്ടുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് പിശാചിന്റെ ദുർബോധനങ്ങളിലും ഷെറുകളിൽ നിന്നും പെടാതെ ഈമാൻ സലാമത്തായിട്ട് നമുക്ക് മരിക്കണം. അള്ളാഹു ഹുസ്നുൽ ഖാത്തിമത്ത് നമുക്ക് നൽകട്ടെ. നല്ല നിലയിലുള്ള മരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.